എല്ലാവർക്കും നമസ്കാരം. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ ഈ ഒരു വിഷയം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഞാൻ ആദർശിൻ്റെ ഒരു വീഡിയോ കണ്ടത്. ഈ ആദർശ് ആരാണെന്നറിയോ? ബിഷപ്പിനെ ഇൻ്റർവ്യൂ ചെയ്ത ബിയോണ്ട് ദ സീൻ ബൈ അക്കു എന്നാണ് ആദർശിൻ്റെ ചാനലിൻ്റെ പേര്. ബിഷപ്പിനെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ആ വീഡിയോ റിയാക്ട് ചെയ്തു, ഞാനും റിയാക്ട് ചെയ്തു. ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഏതാണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ ആദർശിൻ്റെ ചാനലിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോഴേക്കും ശരിക്കും ആദർശ് ഒരു റിയാക്ഷൻ വ്ളോഗർ ആണോ അതോ ഒരു ഇൻ്റർവ്യൂവർ ആണോ എന്നൊരു സംശയം വന്നു. റിയാക്ഷൻ വ്ളോഗർ ആണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ റിയാക്ഷൻ വ്ളോഗർ ആണെങ്കിൽ ആ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് ബിഷപ്പിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് തിരിച്ചു വന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇന്നലത്തെ ആദർശിൻ്റെ വീഡിയോയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാനോ രേഷ്മനെ സപ്പോർട്ട് ചെയ്യാനോ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും പക്കയായിട്ടും ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നതെന്ന്. അത് ആദർശിൻ്റെ താല്പര്യമാണ്, സപ്പോർട്ട് ചെയ്യണോ ഓപ്പോസ് ചെയ്യണോ. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് ആദർശ് പറയുന്ന ചില കാര്യങ്ങൾ, ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ബിഷപ്പിനെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആദർശിൻ്റെ വീഡിയോ കണ്ടു തന്നെ സംസാരിക്കും, എങ്കിലേ കുറച്ചുകൂടെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. നമുക്കപ്പോൾ ആദർശിൻ്റെ വീഡിയോ കണ്ട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ഫാദറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാദറിനായിട്ട് സംസാരിച്ചു. ഞാൻ ഇത് പറയാൻ പോകുന്നതിന് മുന്നേ കേട്ടോ, എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. അതായത് രേണുസുദിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഫാദറിനെ ഒട്ടും സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കണ്ട കാര്യങ്ങൾ, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്റെ കണ്ണിൽ കൂടെ ഞാൻ എന്തൊക്കെയാണോ കണ്ടത്, എന്റെ ചെവി കൂടെ ഞാൻ എന്തൊക്കെയാണോ കേട്ടത്, ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫാദറിന്റെ അടുത്ത് പോയി ഫാദറിനോട് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് കയറി ചെല്ലുമ്പോൾ, അതായത് ഞാനും എന്റെ ക്രൂവും ഫാദറിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ, അതായത് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നേക്കുന്ന സമയം ഒരു 11 o'clock അങ്ങാണ്ടായിരുന്നു എനിക്ക് തന്ന ഒരു സമയം. ആ സമയത്ത് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല, കാരണം ട്രാഫിക്കും, ഞാൻ കുറെ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ അവിടെ വരെ ചെന്നത്. ആ സ്ഥലത്തിന്റെ പേര് എന്തായാലും ഞാൻ പറയുന്നില്ല, കാരണം അത് ഫാദറിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ പറയുന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതെന്തായാലും പറയുന്നില്ല, എവിടെയാണ് പ്ലേസ് അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ആ സ്ഥലത്തോട്ട് ചെന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പം ആദ്യം ലേറ്റ് ആയിരുന്നു. നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോണം. എനിക്ക് തന്നേക്കുന്ന അപ്പോയിന്റ്മെന്റ് 11 മണിക്കാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊന്ന് ഒരു 11:45 11:15 കണ്ടായി, അതായത് ഒരു 50 minutes ലേറ്റ് ആയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് ഫാദറിനെ ഞാൻ ആദ്യം പോയി കണ്ടു. അതായത് എനിക്ക് ഫാദർ ആദ്യമേ ഗൂഗിൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ കയറി ചെന്നു. കയറി ചെല്ലുമ്പോഴത്തേന് ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഫാദർ ഉണ്ടായിരുന്നു, അതായത് ബിഷപ്പ് ഉണ്ടായിരുന്നു, ബിഷപ്പിന്റെ രണ്ട് പേരുണ്ടായിരുന്നു, പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഫാദറിന് BP കൂടിയിട്ട് ഡോക്ടറെ പുള്ളിക്കാരനെ ചികിത്സിക്കുന്നു. ഐസ് പാക്ക് ഒക്കെ തലയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോഴാണ് പിന്നെ ഡോക്ടർ മാറിയത്, ഫാദർ മാറിയത്. അപ്പം ഈ വീഡിയോ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫാദറായിട്ട് സംസാരിച്ചപ്പോൾ ഫാദർ ഓരോ കാര്യങ്ങൾ എന്നോട് പറയും, അതായത് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അതിനൊന്നും ഉത്തരവില്ലാതായി പോയി. കാരണം ഫാദർ ആദ്യത്തെ കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ സഹായിച്ചത് ബിഷപ്പാണ്. ബിഷപ്പിന്റെ സ്വന്തം സ്ഥലം ഒരാൾ ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ ഇപ്പം സുധി മരിച്ചു പോയല്ലോ, പിന്നെ അവർക്ക് അങ്ങനെ നിൽക്കാനൊന്നും ഒരു ഇതില്ല, അത് അതുകൊണ്ട് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കണമെന്നുള്ളത്. അപ്പം ഫാദർ ആലോചിച്ചപ്പം, അവിടെ നിന്നാണ് അവരുടെ കോൺവെർസേഷൻ കേട്ടോ. ഫാദർ ആലോചിച്ചപ്പം ശരിയാണ്, അവർക്ക് സ്ഥലമില്ല, നിൽക്കാനായിട്ട് ഒരു ഇടവില്ല. പിന്നെ ഫാദർ എന്ത് ചെയ്തു, 7 സെന്റ് സ്വന്തം സ്ഥലമാണ് അവർക്ക് കൊടുത്തത്, 1 രൂപ മേടിക്കാതെ. ബിഷപ്പിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ആദർശ് ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ 2.5 വർഷത്തോളമായി ബിഷപ്പ് കിച്ചുവിനും ഋതപ്പിൻ്റെയും പേരിൽ ആ സ്ഥലം എഴുതി കൊടുത്തിട്ട്, അതൊരു 15 വർഷത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭൂമിയിൽ അവർക്ക് താമസിക്കാം എന്നുള്ളതല്ലാതെ അത് വിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ആ ഒരു ലെവലിലാണ് വിൽപത്രം എഴുതിയിരിക്കുന്നത്. ഇത് എല്ലാ നാട്ടുകാരെയും പല പ്രാവശ്യമായിട്ട് ഫാദറിലൂടെയും മറ്റു പലരിലൂടെയും അറിയിച്ച കാര്യമാണ്, എല്ലാ നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനാണിത് പിന്നെയും പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഫാദറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ ഫാദർ ഒരു 10-12 പ്രാവശ്യം ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ കൊടുത്തതാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൊടുക്കുന്ന സാധനം എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? കൊടുത്തു കഴിഞ്ഞു അല്ലേ, പിന്നെയും ഞാനത് കൊടുത്തു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുക. ഇതൊരു അല്പത്തരമല്ലേ കാണിക്കുന്നത്? ബാക്കി കേൾക്കാം. സ്വന്തം സ്ഥലം ഫാമിലി കൊടുത്ത സ്ഥലത്തു നിന്നാണ് ബിഷപ്പ് 7 സെന്റ് സ്ഥലം രേണുസുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിലും എഴുതിയത്. അത് ആദ്യത്തെ പോയിന്റ് ആണ്. അതിന്റെ അകത്ത് ബിഷപ്പ് 2 കുഞ്ഞുങ്ങൾക്കാണ് ആ സ്ഥലം എഴുതിയേക്കുന്നത്. പിന്നെ കൊച്ചു മൈനറായ കാരണം കൊണ്ട് ബിഷപ്പും അതിന്റെ അകത്ത് നിൽപ്പുണ്ട്. ഋതപ്പന്റെയും കിച്ചുവിന്റെയും പേരിൽ ആ സ്ഥലം കൊടുത്തുകൊണ്ട് ഫാദർ അതിനകത്ത് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഋതപ്പൻ കുഞ്ഞായതുകൊണ്ട് ഋതപ്പനെ നോക്കാൻ വേണ്ടി രേഷ്മാബി തങ്കച്ചൻ അവിടെ നിൽക്കുന്നു ആണല്ലോ, അവരുടെ ഫാമിലി അവിടെ നിൽക്കുന്നു. ഓക്കെ, ഫാദറിന് അതിനകത്ത് ഇനി പ്രത്യേകിച്ച് റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് വിൽക്കാൻ പറ്റില്ല, ഇവർക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല അടുത്ത 15 വർഷത്തേക്ക്. അല്ലാണ്ട് ഫാദറിന് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഫാദറിന്റെ പേരുള്ള സ്ഥലം ഇഷ്ടദാനം കൊടുത്തതാണ്, അത് ഫാദർ കൊടുത്തു കഴിഞ്ഞു. ഈ കൊടുത്ത സാധനം പിന്നെയും എനിക്കവിടെ റോളുണ്ട്, എനിക്കവിടെ സ്ഥാനമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കൊടുത്തു കഴിഞ്ഞു. അത് നാട്ടുകാരെ ഇടയ്ക്കിടയ്ക്ക് ബോധിപ്പിക്കുമ്പോൾ അതൊരു തരം അല്പത്തരം എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. ഇതിലും വേറെ കൊടുക്കാതിരിക്കുന്നതാണ്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, കിച്ചു ഈ ഫാദറിനെ എന്തെങ്കിലും ഈ കാലയളവിനിടയ്ക്ക് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഫാദറിനോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന രേഷ്മ അല്ലെങ്കിൽ രേഷ്മയുടെ സുഹൃത്തുക്കളല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല.
എന്തുകൊണ്ടാണ് ആളുകൾ ഫാദറിനെതിരെ സംസാരിച്ച് തുടങ്ങിയത്? എപ്പോൾ മുതലാണ്? ആദർശ് ഒരു റിയാക്ഷൻ വ്ളോഗർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു റിയാക്ഷൻ വ്ളോഗർ ആണെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഫാദറിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് ചെയ്യുന്നത് അത് തന്നെയാണ്. 100% ഫാദറിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി പറയും. 8 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് കിച്ചു വിചാരിച്ചാൽ ആ സ്ഥലം ഒന്നും വിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രേണു വിചാരിച്ചാൽ ആ സ്ഥലം ഒന്നും വിൽക്കാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞു മൈനറായ കാരണം. ഞാൻ ചോദിച്ചോട്ടെ, കിച്ചു എന്തെങ്കിലും ആ സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ രേണു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്? വിൽക്കാൻ വേണ്ടി എല്ലാവരും താമസിക്കുന്നത്. കിച്ചുവിൻ്റെ കംഫർട്ട് സോൺ നോക്കിയിട്ട് കിച്ചു കൊല്ലത്ത് താമസിക്കുന്നു. രേഷ്മയും രേഷ്മയുടെ ബന്ധുക്കളും ആ വീട്ടിൽ താമസിക്കുന്നു. അവരിത് വിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫാദർ ആ സ്ഥലം 15 വർഷത്തേക്ക് അങ്ങനെ എഴുതി വെച്ചത് കൊച്ചു മൈനറായതുകൊണ്ട് മാത്രമല്ല, അടുത്ത 15 വർഷത്തേക്ക് അവിടെ ഒരു ക്രയ വിൽക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് കുഞ്ഞു മൈനറായതുകൊണ്ട് മാത്രമല്ല. ഓക്കെ, ആദർശ് ശരിക്കും ഈ ഒരു സമയത്താണ് ഈ പിക്ചറിലേക്ക് വരുന്നത്. കഴിഞ്ഞ 10 മാസമായിട്ട് ഈ വിഷയങ്ങൾ ഫാദർ പലപ്പോഴായിട്ട് പല യൂട്യൂബേഴ്സിനോട്, ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബേഴ്സിനോട് സംസാരിച്ച കാര്യമാണ്. അന്നെല്ലാം ഫാദറിന് യൂട്യൂബേഴ്സ് മഹാന്മാരായിരുന്നു. ഇപ്പോൾ ഫാദറിന് യൂട്യൂബേഴ്സ് കൊള്ളരാത്തവരായി. അതെന്തുകൊണ്ടാണെന്ന് മറ്റേ ബോധമുള്ള ആൾക്കാർക്കും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും എന്തുകൊണ്ട് ഫാദറിന് ഇപ്പോൾ യൂട്യൂബേഴ്സ് കൊള്ളില്ലാത്തവരായി. അന്ന് യൂട്യൂബേഴ്സ് ഇല്ലാതെ ഫാദറിൻ്റെ ഒരു ജീവിതമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, ആദർശ് ഇപ്പോൾ പിക്ചറിലേക്ക് വന്നിട്ട് ഫാദറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. ഫാദറിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഫാദർ ആദർശിനോട് പറഞ്ഞു. ആദർശ് അത് ഔട്ട് ചെയ്തു. എന്നിട്ട് ഫാദറിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അതങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് പറഞ്ഞ് ഫാദറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദർശ് വീഡിയോ ചെയ്യുന്നു. അവസാനിച്ച വിവാദത്തിനെ വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ശരി, ബാക്കി പറയും. അപ്പൊ ആ ഒരു ഇതായിട്ട് ഫാദറും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഫാദർ, ഞാൻ ചോദിച്ചു ഫാദറിനോട് ഇത് മാറ്റി എഴുതാനാണുള്ള ഇതാണെന്നുള്ള. അപ്പം ഫാദർ ഉടനെ പറഞ്ഞത് അതിന് എനിക്ക് ഒരു താല്പര്യമില്ല, ഞാൻ അത് എഴുതി കൊടുത്തതാ. ഇനി അതിൻ്റെ അകത്ത് ആര് വന്ന് പറഞ്ഞാലും ഞാൻ അത് മാറ്റം ചെയ്തില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഫാദർ ആദ്യമേ രേണുസുധിയുടെ പേരിൽ എഴുതി കൊടുത്തേനെ. ഇപ്പൊ രേണുസുധിയെ അന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്ന് കുറെ നെഗറ്റീവ്സ് ഒക്കെ ഫാദർ പറഞ്ഞാൽ അതൊക്കെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു പുരോഹിതൻ, അതായത് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ മാറ്റി പറയുന്നതാണോ ഒരു പുരോഹിതന് ചേർന്ന പരിപാടി? പുരോഹിതനെന്നല്ല, ഒരു മനുഷ്യന് ചേർന്ന പരിപാടി. ഒരു സമയത്ത് രേഷ്മ പി തങ്കച്ചനെതിരെ സംസാരിക്കുന്നു. അതേ ഫാദർ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒരു തെറ്റുമില്ല, അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം അത് മനുഷ്യ സഹജമാണ്. ഒരു വൈയായിക വരുമ്പോഴേക്കും ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. ഒരു പുരോഹിതനാവണം നിർബന്ധമില്ല അതിന്. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ബിഷപ്പിനെതിരെ തിരിഞ്ഞു? അതെന്തുകൊണ്ട് ആദർശ് ചിന്തിക്കുന്നില്ല? രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഫാദർ ചെയ്ത മറ്റൊരു കാര്യം, കിച്ചുവിനെ ഒപ്പോസ് ചെയ്തു. എന്തിനു വേണ്ടി? കിച്ചു ഫാദറിനോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? പെരുമാറിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഫാദർ ഇത്രയും മോശക്കാരൻ ഇൻ ദ സെൻസ് കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഫാദറിന് അറിയാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോഴും കിച്ചു വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ആദർശിൻ്റെ വീഡിയോക്കകത്ത് ഫാദർ പറയുന്നു കിച്ചു മദ്യപിച്ച് വണ്ടി ഓടിച്ചു, അത് പോലീസ് പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ വണ്ടി 2 വർഷമായിട്ട് എടുക്കാൻ പോകുന്നില്ല. ഇതാണോ തലപോകുന്ന കാര്യം? ഇതാണോ വലിയ മഹാപരാധം? വേറൊരു കാര്യവും ഫാദർ ഇല്ലാന്നും പറയുന്നുണ്ട്. പിന്നെ ഫാദർ പറയുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു വ്യക്തതയില്ല ഫാദറിൻ്റെ സംസാരത്തിൽ. അപ്പോൾ ഇത് കിച്ചുവിനെ ടാർഗറ്റ് ചെയ്യുന്ന തുല്യമല്ലേ? ഇതിനകത്ത് ആദർശ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതെനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. നമുക്ക് അതിലേക്ക് വരാം, ബാക്കി കേൾക്കാം. ബിഷപ്പ് ആര് വന്ന് നമ്മളിപ്പോ ഒരു മാപ്പ് ചോദിച്ച് നമ്മൾ അവരുടെ കാലെ വീണിട്ട് കരഞ്ഞ് മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അത് വിട്ട് കളയാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഫാദർക്ക് അത് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കിച്ചുവിനോട് ക്ഷമിക്കാൻ പറ്റാത്തത്? കിച്ചു അത്ര വലിയ തെറ്റാണോ ചെയ്തത്? രേഷ്മ പി തങ്കച്ചൻ മാപ്പ് പറഞ്ഞപ്പോഴേക്കും അവരോട് ക്ഷമിക്കാൻ പറ്റിയ ഫാദറിന് എന്തുകൊണ്ട് കിച്ചുവിനോട് ക്ഷമിക്കാൻ പറ്റിയില്ല? ഫാദർ എന്താണ് ആ മെയിൻ സ്ട്രീം ഓൺ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്? അവൻ ഇവിടെ വന്ന് ഇനി പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനങ്ങോട്ട് ഇറങ്ങും, എൻ്റെ ആളുകൾ ഇറങ്ങും, ഇവിടെയുള്ള ആൾക്കാർ ഇറങ്ങും, നാട്ടുകാരിറങ്ങും, ലീഗലി ഇറങ്ങും എന്നല്ലേ പറഞ്ഞത്? ഒരു ഫാദറിന് ചേർന്ന ഭാഷയാണോ അത്? ഒരു ഫാദറിന് ചേർന്ന സംസാരമാണോ അത്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ബിഷപ്പ് സംസാരിക്കേണ്ട രീതിയാണോ അത്? ലൈക്ക് ഒരു കൊട്ടേഷൻ മേടിച്ചിട്ട് ഗുണ്ടകൾ സംസാരിക്കുന്ന പോലെ. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു. ആദർശ് വീണ്ടും ഈ വിഷയം കുത്തിപ്പൊക്കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ബിഷപ്പ് ശരിക്കും ചെയ്തത് എന്താണ്? അവിടെ നിന്ന് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ ഒപ്പോസ് ചെയ്യുന്നു. അവൻ ഒരു കാര്യത്തിലും ഇപ്പോൾ വരുന്നില്ല. അവൻ അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴല്ലാതെ അവൻ ഇങ്ങോട്ട്, അപ്പോഴും അവൻ പലപ്പോഴും മാറി പോയിട്ടേ ഉള്ളൂ. ഇപ്പോഴും അവൻ മാറിയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഫാദർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തോട്ടെ, അത് വേണ്ടെന്ന് പറയില്ല. കാരണം അവർക്ക് സുഖമില്ലാതിരിക്കാൻ അവർ സപ്പോർട്ട് ചെയ്തോട്ടെ, അത് ഫാദറിൻ്റെ ഇഷ്ടം, ഫാദറിൻ്റെ താല്പര്യം. അവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇപ്പുറത്ത് ഇവനെ ഇട്ട് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക്? അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചത് എന്തിനായിരുന്നു? അവിടെയാണ് ജനങ്ങൾ ഫാദറിനെതിരെ തിരിഞ്ഞത്. കഴിഞ്ഞ 10 മാസമായിട്ട് ഫാദറും രേഷ്മ പി തങ്കച്ചനും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ റീസെൻ്റ്ലി ഫാദറിൻ്റെ പേര് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് മുൻപായിട്ട് എവിടെയും കേൾക്കാൻ പറ്റില്ല. കാര്യം ഫാദറിനെ കുറിച്ച് ആർക്കും മോശം അഭിപ്രായം പറയാൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഫാദറിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഫാദറിൻ്റെ ഭാഗത്ത് ന്യായമില്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഒന്നടങ്കം ഫാദറിനെതിരെ സംസാരിച്ചത്. ഒന്നിനും വരാത്തൊരു പയ്യനെ വീണ്ടും സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചു. അതും സക്സസ് ആയില്ലെന്ന് മാത്രം. നാളെ കിച്ചു തെറ്റ് ചെയ്യട്ടെ, അപ്പോൾ വിമർശിക്കാം. അല്ലെങ്കിൽ കിച്ചു അത്രയും മഹാപരാധം, ഒരു ബാങ്ക് കൊള്ളയടിച്ചു, ഒരാളെ മോശമായിട്ട് അവൻ അപ്രോച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരട്ടെ, അപ്പോൾ നമുക്ക് വിമർശിക്കാം. അതല്ലാതെ ചുമ്മാ നടക്കുന്ന ഒരുത്തൻ, അവൻ അത്യാവശ്യം ഇപ്പം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പയ്യൻ, അവനെ പിന്നെയും സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? അതാണ് ഫാദർ ചെയ്തത്.
അതുകൊണ്ടാണ് ആളുകൾ വിമർശിച്ചത്. ബാക്കിയേക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഇത്രയും നമ്മൾ യൂട്യൂബിൽ നെഗറ്റീവ് കാണുന്നു ഫാദറിനെ പറ്റി, എപ്പോഴെങ്കിലും രേണുസുതി ആവട്ടെ കിച്ചു ആവട്ടെ ഫാദറിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു. രേണുസുതി കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോക്കകത്ത് രേണുസുതി പറയുന്നത് അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ സപ്പോർട്ടായിട്ടുണ്ട് എന്നേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അന്ന് കിച്ചുവിനെ പറ്റി കുറ്റം പറഞ്ഞത് അത് അച്ഛൻ എല്ലാ റൈറ്റ്സും ഉണ്ട് അത് പറയാനായിട്ട്. കാരണം പുള്ളിക്ക് കിച്ചുവിന് ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ അച്ഛനും അമ്മയും ശകാരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ആദർശനോട് ചോദ്യം ചോദിക്കുകയാണ്. ആദർശാണ് കിച്ചുവിന്റെ സ്ഥാനത്തെങ്കിൽ ആലോചിക്കുക, ആദർശന് മാതാപിതാക്കളില്ലെന്ന് വിചാരിക്കുക. ഞാനത് എക്സാമ്പിൾ പറയുന്നതാണ്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ആദർശന് മാതാപിതാക്കളില്ലെന്ന് വിചാരിക്കുക. ഓക്കെ, ആദർശന് ഞാൻ കുറച്ച് പ്രോപ്പർട്ടി എഴുതി തന്നു ആദർശിൻ്റെ പേരിലേക്ക്. എന്നിട്ട് ഞാൻ അവിടെ ആദർശിൻ്റെ മേൽ അധികാരം കാണിക്കാൻ വന്നാൽ ആദർശ് എങ്ങനെ റിയാക്ട് ചെയ്യും? അത് നേരിട്ടല്ല കേട്ടോ, ഞാൻ നേരിട്ടല്ല ആദർശനോട് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ആദർശനെ ശകാരിക്കുകയോ ചെയ്യുന്നത് നേരിട്ടല്ല. പകരം നിങ്ങളുടെ നാട്ടുകാരോടാണ് പറയുന്നത്. അവൻ ശരിയല്ലടാ, അവനൊരു അഴുക്ക ചെറുക്കൻ, അവൻ അത്ര നല്ല പയ്യനൊന്നല്ല എന്നും പറഞ്ഞ് ഞാൻ നാട്ടുകാരോട് പറഞ്ഞു നടക്കുകയാണ്. ആദർശ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ആ ചേട്ടാ പറ ചേട്ടാ, ഞാൻ അങ്ങനെയാണ് ചേട്ടാ എന്നും പറഞ്ഞിട്ട് കേട്ടുകൊണ്ട് നടക്കൂ. വന്ന് എൻ്റെ ചെവിക്കലടിച്ച് പൊട്ടിക്കുക. അവിടെ വസ്തു വന്നതൊന്നും നോക്കത്തില്ല, ശരിയല്ലേ? എന്നിട്ട് കിച്ചു ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇപ്പൊ ആദർശ് എന്താ പറഞ്ഞാൽ കിച്ചുവിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. ഫാദർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്താണെന്ന്. ഇപ്പൊ ആദർശ് അതിനെ അച്ഛൻ്റെ സ്ഥാനത്താക്കി. ഇനി നാളെ വേറെ വല്ല സ്ഥാനം കൊണ്ടാരെങ്കിലും വരുമെന്ന് എനിക്ക് അറിയത്തില്ല. അവരുടെ ഇല്ലായ്മ മനസ്സിലാക്കി കുറച്ച് ഭൂമി കൊടുത്തു. അതിന്റെ പേരിൽ അവനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് അവഹേളിക്കേണ്ടത്? ആണോ? അല്ല, എനിക്ക് അറിയാത്തില്ല, ഞാൻ ചോദിക്കുകയാണ്. ഒരു സഹായം ചെയ്തെന്ന് വെച്ചിട്ട് അവനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതാണോ ഈ അച്ഛൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്? അച്ഛന്മാരങ്ങനെയാണോ ചെയ്യുന്നത്? മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നിട്ട് അവൻ എൻ്റെ മോനാണെങ്കിലും കൊള്ളത്തില്ല കേട്ടോ, മോശക്കാരനാണ് കേട്ടോ എന്ന് പറയൂ? എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ആദർശ്? ബാക്കിയേക്കാം. 100% ശകാരിക്കും എന്നും പറഞ്ഞ് അച്ഛനെ എല്ലാവരും ഇട്ട് ട്രോമയിലോട്ട് ഇട്ടിട്ട് അച്ഛന്റെ BP കൂട്ടിയിട്ട് അച്ഛൻ ഒരു ഫാമിലി ഉണ്ട്. അച്ഛന്റെ അമ്മ എന്ന് പറയുന്നത് എന്തൊരു വിഷമിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ അച്ഛന്റെ ഫാദർ ക്യാൻസർ അസുഖം വന്നിട്ടാണ് മരിച്ചുപോയത്. അതിന്റെ ഒരു സിമ്പതിന് വേണ്ടിയിട്ട് മാത്രമാണ് രേണുസുതിയുടെ കൂട്ടത്തിൽ അന്ന് രേണുസുതി വന്നിട്ട് അവരുടെ രേണുസുതിയുടെ അച്ഛനും അമ്മ എല്ലാവരും ഫാദറിനെ പോയി കണ്ട് മാപ്പ് ചോദിച്ച് കാല് പിടിച്ച് ക്ഷമ പറഞ്ഞിട്ടാണ് അച്ഛൻ ആ ഒരു മാപ്പ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്റെ പൊന്ന് ആദർശേ, അച്ഛൻ രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മാബി തങ്കച്ചൻ അവരുടെ ഫാമിലിക്ക് മാപ്പ് കൊടുത്തതെന്ന് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കും അതിന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അത് അച്ഛൻ്റെ കടമയാണ്. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഉള്ള കാലവും പകയും വൈരാഗ്യവും മനസ്സിൽ വെച്ച് നടക്കേണ്ട ആൾക്കാരൊന്നും അല്ല. ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുത്താൽ മാത്രമേ ഈ വൈരാഗ്യമൊക്കെ അവസാനിക്കത്തുള്ളൂ. ഇവിടെ രേഷ്മാബി തങ്കച്ചനും അവരുടെ ഫാമിലിയും വന്നിട്ട് അച്ഛനോട് മാപ്പ് പറഞ്ഞെങ്കിൽ നല്ല കാര്യമാണ്. അത് പറയാൻ കാണിച്ച അവരുടെ മനസ്സിന്. 2, അച്ഛനത് ക്ഷമിക്കാൻ കാണിച്ച മനസ്സിന് അതിലേറെ സന്തോഷം മാത്രമുള്ള ആൾക്കാർക്ക്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് അച്ഛന് കിച്ചനോട് ക്ഷമിക്കാൻ പറ്റാത്തത്? അല്ല, അദ്ദേഹം ഒരു പുരോഹിതനാണെന്ന് നിങ്ങൾ തന്നെ നാഴിക നാൽപ്പോട്ടും പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരു പുരോഹിതന് ഇവിടെ ക്ഷമിക്കാൻ പറ്റാത്തതും അവിടെ ക്ഷമിക്കാൻ പറ്റിയതും? അതിൻ്റെ കാരണം ആദർശം ഒന്ന് പറഞ്ഞു തരുമോ? ശരിക്കും എനിക്കിപ്പോൾ തോന്നുന്നൊരു കാര്യമുണ്ട്, ആദർശമായിട്ട് ഒരു എന്താ പറയുക സംവാദം പോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് തന്നെയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. പറ്റുവാണെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ആദർശിൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ ആദർശൻ എന്നോട് ചോദിക്കാം, എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ ഞാൻ ആദർശനോട് ചോദിക്കാം. ഒരു ഡിബേറ്റ് പോലെ നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ആദർശ് എന്തൊക്കെയോ കേട്ട് കേൾവി വെച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരുപാട് സത്യങ്ങളുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപാട് സത്യങ്ങൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അതല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അച്ഛൻ അങ്ങ് വലിയവനാണ്, അച്ഛൻ വലിയവനാണ് എന്നാൽ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുമുണ്ട്. ആ മിസ്റ്റേക്കുകളെല്ലാം മാറ്റി വേറൊരാളാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് തെറ്റുകാർ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവനവന് കിട്ടുന്നത്. ആണല്ലോ, അച്ഛൻ സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഫലമാണ് അച്ഛന് റിയാക്ഷനായിട്ട് കിട്ടുന്നത്. അതിനപ്പുറം വേറൊന്നുമില്ല. അച്ഛൻ പറയാത്ത ഒരു കാര്യം പോലും ആൾക്കാരെ അടുത്ത് വെച്ച് സംസാരിക്കാറില്ല. അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ഇപ്പോഴായിക്കോട്ടെ പണ്ടായിക്കോട്ടെ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയേക്കാം. അല്ലാതെ ഒരിക്കലും ഫാദർ ഇപ്പം അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അവരുടെ സ്വന്തം മോനെ പോലെ കണ്ടിട്ട് അവനെ വഴക്കത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ അധികാരവും ഫാദറിനുണ്ട്. ഏടോ അധികാരമുണ്ട്, അത് അവനോട് നേരിട്ട് വിളിച്ച് പറയണം. അല്ലാണ്ട് സോഷ്യൽ മീഡിയ അല്ല വന്ന് പറയേണ്ടത്. അവൻ്റെ നമ്പർ ഇല്ലെന്ന് പറയുന്നു. കിച്ചുൻ്റെ നമ്പർ ഇട്ടാൽ വലിയ പാടാണോ ഫാദറിന്? രേഷ്മാബി തങ്കച്ചൻ്റെ കിച്ചുൻ്റെ നമ്പർ ഉണ്ടാവില്ലേ? ചോദിച്ചാൽ കൊടുക്കത്തില്ലേ? അല്ലെങ്കിൽ രേഷ്മാബി തങ്കച്ചൻ്റെ അച്ഛൻ്റെ ഉണ്ടാവത്തില്ലേ? ചോദിച്ചാൽ കൊടുക്കത്തില്ലേ? അവരുടെ സഹോദരിയുടെ ഉണ്ടാവുമല്ലോ, ചോദിച്ചാൽ കൊടുക്കത്തില്ലേ? കൊടുക്കുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ നടക്കും. മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ ആ പയ്യനെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അത് പർപ്പസ്ഫുള്ളി ചെയ്ത കാര്യം തന്നെയാണ്. അതിന് എത്രമാത്രം ആദർശ് വന്ന് വെള്ളപൂശ നോക്കിയാലും നടക്കത്തില്ല. അതാണ് സത്യം. സത്യത്തിൻ്റെ മുഖം ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് സത്യം. അല്ലെങ്കിൽ ഫാദർ ഒരിക്കലും അത്രയും രോഷാകുലനായിട്ട് സംസാരിക്കില്ലായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ. മനസ്സിലായോ എന്താ ആ പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ടല്ലോ. ഒന്നുകൂടെ ഫാദറിനോട് കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ ഏത് മൂഡിലാണ് ഏത് മൈൻഡിലാണ് ആ സമയത്ത് ഇരുന്നതെന്ന് ഫാദർ അപ്പോൾ ചിന്തിക്കും. എന്തൊക്കെയാണ് പറയുന്നത്? അവൻ ആ വീട്ടിൽ വരുന്നത് ആകെ ഋതപ്പനെ കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് അവൻ ആ വീട്ടിൽ വരാറില്ല. അങ്ങനെയുള്ളൊരു പയ്യൻ ഇനി ഇവനോട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവിടെ നാട്ടുകാർ മുഴുവൻ അങ്ങോട്ട് ഇറങ്ങും. ഫാദർ മുൻപ് കുറച്ച് സങ്കടപ്പെട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഫാദറിനോട്, ഫാദർ അവിടെയുള്ള നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കും. നാട്ടുകാർ പറഞ്ഞല്ലെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാദറിന് അവിടെ ഒരാളെയും കൂട്ടാൻ പറ്റിയിട്ടില്ല.
ആ ഫാദറാണ് ഇപ്പോൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് അങ്ങോട്ട് പറയുന്നത്. ഇതൊന്നും ആദർശ് കണ്ടില്ലേ? ഒരു ഫാദറിന് ചേർന്ന സംസാരമാണോ അത്? ഫാദർ ഇപ്പോൾ പറഞ്ഞതും ഫാദർ പണ്ട് പറഞ്ഞ കാട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഫാദർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വിവാദങ്ങൾക്കൊന്നുമില്ല, ഞാൻ മാറി നിൽക്കുകയാണെന്ന് ഫാദർ തന്നെ പറഞ്ഞു. ആളുടെ വഴിക്ക് പൊക്കോട്ടെ, പിന്നെയും ഫാദറിനെ ഇതിലേക്ക് വലിച്ചിടല്ലേ. ഇപ്പോൾ ആദർശ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവന് വസ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ അവൻ്റെ മേൽ കുതിര കയറാനുള്ള അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല. അത് കിച്ചുവിൻ്റെ കാര്യത്തിലൊന്നുമല്ല, ആരുടെ കാര്യത്തിലും. ഇപ്പം എനിക്കൊരാളൊരു ഹെൽപ്പ് ചെയ്തു എന്ന് കരുതി എന്നെ കൺട്രോൾ ചെയ്യാൻ ആരെയും സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പറയണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തെറ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരിക്കണം. ഇപ്പം നിലവിൽ ഞാൻ തെറ്റിലൂടെ പോകുന്ന ഒരാളായിരിക്കണം. ഇവിടെ കിച്ചു നിലവിൽ എന്താ ചെയ്യുന്നത്? അവനവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡുമായിട്ടും അവനവൻ്റെ പ്രൊമോഷൻസുമായിട്ടും മാന്യമായിട്ട് ജീവിച്ചു പോകുന്നു. പണ്ട് അവൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തൂ. അവൻ്റെ ചെറുപ്രായത്തിൽ അവന് തെറ്റുകൾ സംഭവിച്ചിരിക്കുക. നമ്മൾ ആരും പുണ്യാളന്മാരല്ല. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ആരും പുണ്യാളന്മാരല്ല. എല്ലാവർക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ള കാലവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാണോ വേണ്ടത്? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് അധികാരത്തിൻ്റെ പുറത്താണെങ്കിലും ഫാദറിന് അവനോട് സംസാരിക്കണമെങ്കിൽ അവനോട് നേരിട്ട് സംസാരിക്കാമല്ലോ. മോനെ, നീ ആ വീഡിയോ ചെയ്തത് ശരിയായില്ല. ഞാൻ കിച്ചുവിനോട് പറഞ്ഞായിരുന്നല്ലോ, കിച്ചു അമ്മയെ കാണാൻ പോകുന്ന ആ ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും വിഷമങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, ആ വീഡിയോ മോനെ അത് ശരിയായില്ല ചെയ്തത്, മോശമായിപ്പോയി. അവനോട് വ്യക്തമായിട്ട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഫാദറിന് പറയാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവനെ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതാണ് സത്യം. ബാക്കി പിന്നെ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. അത് എനിക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ അന്ന് ഞാൻ പോയി ഫാദറിനെ കണ്ട കാരണം കൊണ്ട് മാത്രമാണ്. പിന്നെ അതെനിക്ക് പറയാനായിട്ട് ഇവിടെ ഒരു ഇതുമില്ല. ഇത് തന്നെയാണ് പല ആൾക്കാർ ഇപ്പോൾ കിടന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം, എനിക്കറിയാത്ത കാര്യങ്ങൾ പലർക്കും അറിയാം. ഇതൊന്നും പക്ഷെ പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കാൻ പോകരുത്. ഓക്കെ, പല റിയാക്ഷൻ വ്ളോഗേഴ്സും പറയുന്നുണ്ട്, ഫാദറും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം എന്ന് നിങ്ങൾ പറയുന്നേ. ഇത് ആർക്കും പറയാനും വയ്യ. എനിക്ക് എന്താ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആദർശം പറയുന്നതാണ്, എനിക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് പുലി വരുന്ന എന്ന് പറഞ്ഞ അവസാനം പുലി വരുമ്പോഴേക്കും ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഫാദർ തന്നെ പറയുന്നുണ്ട്, ഈ വണ്ടിയുടെ കേസ് അതല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. ആ ഒരു ലേഡി പ്രിയ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ഫാദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടതാണ്. അതിനകത്ത് ആ സ്ത്രീ എടുത്തു ചോദിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും മോശമായിട്ട് ആരോടെങ്കിലും പെരുമാറിയോ? അതൊന്നും എനിക്കറിയത്തില്ല, എനിക്കറിയാത്ത കാരണം ഞാൻ അങ്ങനെ പറയാം. ഇതാണ് ഫാദർ പറഞ്ഞത്. ഇത് ചുമ്മാ എൻ്റെ അതുണ്ട്, എൻ്റെ ഇതുണ്ട്, എനിക്കറിയാം, എനിക്കിതറിയാം, എൻ്റെ തെളിവുകളുണ്ട് എന്നാൽ ആർക്കും അതൊന്നും പറയാനും വയ്യ. വല്ലാത്തൊരു കഷ്ടമാട്ടോ. ബാക്കി ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇത്രയും നേരം ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. ഒരു മാറ്റമില്ല അതിന്. ഇതെൻ്റെ അഭിപ്രായമാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആദർശ് ഫാദറിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത്? അല്ലേ? ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയേക്കാം. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എന്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വ്യൂവേഴ്സിനെ ഒരിക്കലും പറ്റിച്ചിട്ടല്ല ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ആരുടെയും വ്യൂവേഴ്സിനെ പറ്റിച്ചല്ല ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദർശ് ഫാദറിനെ അങ്ങോട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചു. അതിന്റെ ബേസിൽ ആദർശ് സംസാരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, അത് വെച്ച് നമ്മൾ സംസാരിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൈവേ ബൈ കല്യാണി വിഷയത്തിനകത്ത് ആദർശ് ഡോക്ടറെ വിളിച്ചു, ഡോക്ടറുടെ അഭിപ്രായം കേട്ടു, ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദർശ് ഔട്ട് ചെയ്തു. ആണല്ലോ, ഇതേ നമ്മളും ചെയ്തിട്ടുള്ളൂ. ആദർശ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യവും ചോദിച്ച് ആൾ പറയുന്ന മറുപടികളിൽ ഞാൻ കൺവിൻസ്ഡ് അല്ലെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കും. ഫാദറിന് പറയാനുള്ള മറുപടി കേൾക്കാൻ ഒരാൾ, അത്ര മാത്രമാണ് ആ ഇൻ്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായത്. അതിനപ്പുറം വേറൊന്നുമില്ല. ചോദ്യങ്ങൾ ആദർശ് പബ്ലിക് അത് ചോദിക്കുന്നു ഇത് ചോദിക്കുന്നു പറഞ്ഞിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അതല്ലാതെ ആദർശിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ബാക്കി അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതോ അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സ് കൂട്ടുന്നതോ, അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓൺ ക്യാമറ അത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അത് അച്ഛൻ കൊടുക്കുന്ന ഒരു മര്യാദ. അച്ഛൻ തെറ്റെന്താണ് ചെയ്തത്? ആ സ്ഥലം കൊടുത്തത് മാത്രം ഒരു തെറ്റ് മാത്രമേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അന്ന് കിച്ചനെ പറ്റി അതൊരു തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അച്ഛൻ സ്ഥലം കൊടുത്തത് നല്ല കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആ സമയത്ത് ഇവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇവർക്ക് വസ്തുവില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പാട് സഹിച്ച് നിൽക്കുന്ന ഒരു ഫാമിലിക്ക് വീട് കൊടുക്കുക, വസ്തു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, പലരും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ അവിടെ അച്ഛനത് കാണിച്ചു. നല്ല മനസ്സാണ് അദ്ദേഹത്തിൻ്റെ എന്ന് കരുതിയിട്ട് അതിൻ്റെ പേരിൽ അധികാരം എടുക്കാൻ ഒരാളെ പുറകെ പോകാമെന്ന് പറയുന്നത് നല്ല കാര്യമല്ല. ഈ കൊടുത്ത കാര്യം നാഴിക 40 തൊട്ട് വിളിച്ചു പറയാമെന്ന് പറയുന്നതും നല്ല കാര്യമല്ല. അതിനോട് അഭിപ്രായമില്ല. ബാക്കി സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് അച്ഛനെല്ലാം ഉള്ള എല്ലാ അധികാരവും ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ കുറെ കിടന്ന് അച്ഛനെ കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും കുറെ യൂട്യൂബേഴ്സിനെ പറ്റി ഞാൻ പറയുന്നത്, അതിപ്പോ ഞാൻ പേരെടുക്കുന്നില്ല. പക്ഷെ അച്ഛനെ ചാട്ടവാറും കൊണ്ട് അടിക്കണം എന്തിന്? അച്ഛൻ എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞത്തോളം ഒരു അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ അവർക്ക് എന്തോ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ സ്വന്തം സ്ഥലമാണ് അച്ഛൻ അതും കൊടുത്തത് ട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതൊരു മതം എന്ന് നോക്കിയല്ല അച്ഛൻ എല്ലാം ചെയ്തത്. അച്ഛൻ വേറെ പല ആൾക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. ഇതിന് പൈസ ആയിക്കോട്ടെ, മെഡിക്കലി ആയിക്കോട്ടെ, സ്ഥലത്തായിക്കോട്ടെ, വീടായിക്കോട്ടെ, അങ്ങനെ എല്ലാം അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. മോനെ ആദർശേ, അച്ഛന്റെ സഹായങ്ങളൊന്നും മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അച്ഛൻ ചെയ്തത് തെറ്റുകളാണെന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അച്ഛൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേ ആളെ അടിച്ചിടുക അല്ല വേണ്ടത്. അത് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം അച്ഛൻ പെർഫെക്റ്റ് ആണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പണ്ട് അച്ഛൻ
അച്ഛനെക്കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാരോട് അച്ഛൻ ക്ഷമിച്ചു, മാപ്പ് കൊടുത്തു, അവരോട് ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറാവുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊന്നും അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും വേറൊരാളെക്കുറിച്ച് കുറ്റം പറയുക, അവനെ ശകാരിക്കുന്ന ഭാവത്തിൽ അവനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കുക, അത് മാത്രമേ ആൾക്കാരെടുത്ത് വെച്ച് വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അതിനപ്പുറം വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അച്ഛൻ അതിൻ്റെ പേരിൽ BP കയറിയെങ്കിൽ അത് അച്ഛൻ്റെ സംസാരത്തിൻ്റെ പ്രശ്നമാണ്. പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ആ ദേഷ്യവും ആ ഹൈപ്പർ ടെൻഷനും ഒക്കെ കയറിയിട്ടാണ് അച്ഛൻ BP കൂടുന്നത്, അല്ലാണ്ട് വേറൊന്നും അല്ല. സോഷ്യൽ മീഡിയ അച്ഛൻ തന്നെ പറയാറുണ്ടല്ലോ, നിങ്ങൾ എന്നെ ഏറെ കയറ്റിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല, ഞാനങ്ങ് പറയേണ്ടത് പറയും എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി. പറയേണ്ട കാര്യമല്ല അച്ഛൻ പറഞ്ഞത്. ആ ചെക്കനെ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ കാര്യം നോക്കി പോവല്ലേ അല്ലേ? അവനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമില്ല, അത് അവരുടെ ഫാമിലി കാര്യമല്ലേ എന്ന് പറഞ്ഞ് അച്ഛനെ വിടാമായിരുന്നല്ലോ. എന്തേ വിടാത്തത്? അതും ഏത് ചാനലിന്? അച്ഛനെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത ചാനലിനാണ് ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത്. ആര് ചെയ്യുന്ന പരിപാടിയാണത്? ഒരിക്കൽ ആ ചാനലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായ ആളാണ് അച്ഛൻ. ഓക്കെ, അതിനുവേണ്ടി ആ ചാനലിന്റെ ഓണറുടെ നമ്പർ വരെ അന്വേഷിച്ച ആളാണ് അച്ഛൻ. മനസ്സിലായോ? ആ ചാനലിന് വീണ്ടും ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാക്കിയൊക്കെ അങ്ങനെ ഒറ്റ പേരെങ്കിലും വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അതുപോട്ടെ, രേണുസുതി ആവട്ടെ, കിച്ചു ആവട്ടെ, ഇതുവരെ ഈ നിമിഷം വരെ അവരൊരു വീഡിയോ അച്ഛനെ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്രയും കഴപ്പ്? അവർ പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് അച്ഛൻ ഇത്ര പ്രശ്നം? കിച്ചു എന്തെങ്കിലും പറഞ്ഞു അച്ഛനെ? കിച്ചു അച്ഛനെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇന്ന് വരെ, ഈ നിമിഷം വരെ? ഇല്ലല്ലോ. പിന്നെ അച്ഛൻ എന്താണ് ഇത്ര, താൻ പറഞ്ഞ വാക്കാണെങ്കിൽ ആ വാക്ക് ഞാൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നു, അങ്ങനെ എന്താ പ്രശ്നം? ആ പയ്യനെ വീണ്ടും ഇട്ട് കൊടുക്കാൻ എന്താ പ്രശ്നമായിരുന്നത്? മിണ്ടാണ്ടിരുന്നാ പോരായിരുന്നോ? പറയും ബാക്കി. അച്ഛനെ സഹായിച്ചിട്ടുള്ള 2-3 പേരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു പ്രശ്നമില്ല, ആവശ്യമുള്ള സമയത്ത് അച്ഛൻ വന്ന് സഹായിച്ചിട്ടാണ് അവരിപ്പം ജീവനോട് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അവരൊക്കെ എപ്പോഴോ ഒരു സൂസൈഡ് ചെയ്തിട്ട് ഇതായി പോകേണ്ടത്. പക്ഷെ ഒരിക്കലും അവരത് ചെയ്തില്ല. അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്ന അവർ അച്ഛന്റെ ഒരു ഇത് കാരണമാണ് ബാക്കിയുള്ള ഫാമിലീസ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം വിചാരിക്കണം. യൂട്യൂബേഴ്സ് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതായത് അച്ഛൻ എന്തിനാണ് ഇടപെടേണ്ടത്, അച്ഛൻ അറിയാതെ ഒരു ഇന്റർവ്യൂ അത് കൊടുത്തുപോയി പറഞ്ഞുപോയി. അറിയാതെ പറഞ്ഞു പോയോ? അതൊരു ഇന്റർവ്യൂല് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോകുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ആദർശ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാ ഇത്ര ഇങ്ങനെ ന്യായീകരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കിച്ചുവിനെ സഹായിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ കിച്ചുവിനെ പറ്റി നെഗറ്റീവ് ത്രെറ്റ്, അങ്ങനെ കിച്ചുവിനെ ഞാൻ കൊല്ലും അങ്ങനൊന്നും ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ട്. കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ കിച്ചു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ എൻ്റെ നാട്ടുകാരും ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അത് ത്രെട്ട് തന്നെയാണ്. ലീഗലി അങ്ങോട്ട് ഇറങ്ങും, ത്രെട്ട് തന്നെയാണ്. കിച്ചു അവിടെ ബഹളത്തിന് വന്നോ? പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? വരുന്ന ഒരാൾ അല്ലെങ്കിൽ നിരന്തരം വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. ഇതിന് മുൻപ് അവിടെ വന്നിട്ട് വണ്ടി ഇറക്കുന്ന സൗണ്ട് കേൾക്കുന്നു, എനിക്കിവിടെ ഉറങ്ങാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. അന്നൊന്നും അച്ഛൻ ഈ നാട്ടുകാരെ കൊണ്ട് ഇറങ്ങുന്ന പരിപാടി ഇല്ലായിരുന്നല്ലോ. അന്നൊന്നും ഇറങ്ങാൻ തോന്നിയില്ലല്ലോ. എന്താ ഇപ്പം ഇറങ്ങാൻ തോന്നുന്നത്? ഇപ്പം നാട്ടുകാർ വന്നോ? ഇല്ല, അച്ഛന് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതായത് സുധിക്ക് പറയാനുള്ള അധികാരം അച്ഛനുണ്ട്. കാരണം കിച്ചുവിൻ്റെ അച്ഛൻ, എൻ്റെ പൊന്ന ആദർശേ, പറയുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കും. സുധിക്ക് ഉള്ള അതേ അധികാരം അച്ഛനും ഉണ്ടോ? അങ്ങനെയാണോ? ഒരു പ്രോപ്പർട്ടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ആദർശ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അച്ഛനെ വിളിപ്പിക്കാൻ വന്ന് കൂടുതൽ അച്ഛൻ അയാളോട് പോകാൻ സാധ്യതയുള്ളൂ. ഇനി ആദർശ് വേറൊരു കാര്യം അത് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ആദർശ് അത് പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല കേട്ടോ. നമുക്കതൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അച്ഛനായിരുന്നു അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാ രീതിയിലും. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. പിന്നെ രേണുസുതി ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പുള്ളിക്കാരത്തിക്ക് വയ്യ, പുള്ളിക്കാരത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് നമുക്ക് ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ രേണുസുദിനെ പോയി കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ അവിടെ വരെ പോയെങ്കിലും രേണുസുദിന്റെ വീട് തൊട്ടടുത്ത് ഞാൻ പോയി കണ്ടിട്ടില്ല. അതിനുള്ള ഒരു ആവശ്യം എനിക്കില്ല. കാരണം പുള്ളിക്കാരത്തി ഇപ്പം അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറെ അലിഗേഷൻസ് ഒക്കെ ഞാൻ കേട്ടു. ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ രേണുസുദിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്കൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഒരു ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കയറി ഇടപെടാനായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു യൂട്യൂബറാണ് ഇല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിൽ കയറി ഇടപെടാനായിട്ടുള്ള ഒരു അധികാരം നമുക്ക് ആരും തന്നിട്ടില്ല. കിച്ചുവിന്റെ ലൈഫിൽ കയറി ഇടപെടാനുള്ള അധികാരം ആരാ തന്നത്? പറ. കിച്ചുവിന്റെ കാര്യത്തിൽ എന്താണ് അച്ഛൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പുറത്ത് പറയാൻ വേണ്ടിയാണല്ലോ പോയത്. കിച്ചുവിന്റെ ലൈഫിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ആ ലൈഫുമായിട്ട് ആദർശിന് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയത്? അപ്പോൾ മോനെ, സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനം എടുത്ത് വെച്ച് സംസാരിക്കുന്നില്ല റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരുടെയും കുടുംബത്തിനകത്ത് പോയി ആരും സംസാരിക്കാൻ പോയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യത്തിനെടുത്ത് വെച്ച് സംസാരിക്കുന്നത് മാത്രം. രേഷ്മ പി തങ്കച്ചൻ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റിയാക്ഷൻ വ്ളോഗേഴ്സ് സംസാരിച്ചിട്ടുള്ളത്. അവരുടെ വീടിനകത്ത് പോയിട്ട് ഇവിടെ ഇന്ന് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം എന്താണ് എന്നും പറഞ്ഞ് ആരും പോയി ചോദിച്ചിട്ടില്ല. അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ച കാര്യങ്ങൾ അത് മാത്രമേ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളൂ, ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും. ബാക്കി പിന്നെ ചില ആൾക്കാർ അതൊരു കണ്ടന്റ് ആക്കി, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ മണിക്കൂറിനകം ഓരോ വീഡിയോ 5-6 മിനിറ്റ് അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ പോലെ, ഒരു ഡ്യൂറേഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് ചെയ്താൽ പോലെ. എല്ലാം ഓരോ മണിക്കൂറിൽ ഓരോ വീഡിയോ ഇടുന്നു, അവരെ കുറ്റം പറയുന്നു, കിച്ചനെ കുറ്റം പറയുന്നു, സുധിനെ കുറ്റം പറയുന്നു, അച്ഛനെ കുറ്റം പറയുന്നു. ഇത് പറയാനുള്ള എന്ത് റൈറ്റാണ് ആദർശിനുള്ളത്? കാരണം ഞാനിത് പറയാൻ കാര്യം എന്താ അറിയോ, ഈ മൈവേ ബൈ കല്യാണി വിഷയം വന്നപ്പോൾ ആ ഡോക്ടറുടെ ഇന്റർവ്യൂ, ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ട് ആദർശ് ടോട്ടൽ കല്യാണി വിഷയം ചെയ്തത് 7 വീഡിയോ ആണ്. ഓക്കെ, ഞാൻ ആദർശിൻ്റെ ചാനൽ റെഗുലറായിട്ട് വായിച്ചിരുന്ന ഒരാളാണ്. 7 വീഡിയോ ആണ് ആദർശ് ചെയ്തിട്ടുള്ളത്. അതിൽ 3-4 വീഡിയോ ഏതാണെന്നറിയോ? ഡോക്ടറുടെ കോൺവെർസേഷൻ മാത്രം, പാർട്ടായിട്ട്. അതെന്തിനായിരുന്നു മോനെ? അപ്പോൾ ആദർശനാവാം, മറ്റുള്ളവർക്ക് ആയിക്കൂടാ. അത് എവിടുത്തെ ഒരു ന്യായമാണ്? മോശമല്ലേ അത് പറയുന്നത്? അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. എത്ര വീഡിയോ ചെയ്യണം, ഒരു കോണ്ടന്റ് കാണുമ്പോൾ അത് എത്ര വീഡിയോ ആയിട്ട് ചെയ്യണം, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്.
ഇത് കഴിഞ്ഞ ദിവസം ഒരു ആള് അവർ രണ്ടുപേർ ചേർന്ന് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് 2 പാർട്ട് വന്നു കഴിഞ്ഞു, 3ാമത്തെ പാർട്ട് ഉടനെ വരുമെന്ന് പറയുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റും നമുക്കില്ല. അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യാത്ത ആളായിരിക്കണം. ഇത് ആദർശ് ഒരു വിഷയം കിട്ടിയിട്ട് ആ വിഷയത്തിൽ ഒരു വോയിസ് കോൾ, ഒരു കോൺവെർസേഷൻ 3 4 പാർട്ടായിട്ട് ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് വേറൊരാളോട് നിങ്ങൾ 3 4 അല്ലെങ്കിൽ 5 10 മിനിറ്റ് വെച്ച് ഇങ്ങനെ നിരന്തരം ചെയ്യാൻ എന്ന് ചോദിക്കാൻ? എന്തോ ആവശ്യമാണ്. എന്നാൽ ഞാൻ അവിടെ പോയി കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ അല്ല പറയുന്നത്. എന്റെ ചാനലിൽ കൂടെ ആയിരുന്നു അച്ഛന്റെ ഇന്റർവ്യൂ പുറത്ത് വന്നത്. കാരണം ഞാൻ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത്. സങ്കടത്തോടെ. എന്താണ് ആദർശിന് മനസ്സിലായത്? ബിഷപ്പിനെ സോഷ്യൽ മീഡിയ എന്താണ് ചെയ്തത്? കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുൻപ് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഷപ്പിനെ കുറിച്ച് അവരുടെ കൂട്ടുകാർ വഴി അല്ലെങ്കിൽ അവരോ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചപ്പോൾ അച്ഛൻ കൊണ്ട് കേസ് കൊടുത്തു. അപ്പോഴാണ് ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ അച്ഛനൊപ്പമായിരുന്നു, അച്ഛനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. കാരണം അച്ഛൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയിട്ട് റിയാക്ഷൻ ലോഗേഴ്സ് ആയിക്കോട്ടെ, കമൻറ്റ് ബോക്സ് ആയിക്കോട്ടെ, എല്ലാ സൈഡിൽ നിന്നും അച്ഛന് സപ്പോർട്ടായിരുന്നു. ഓക്കെ, പക്ഷേ 10 മാസങ്ങൾക്ക് ഇപ്പുറം അച്ഛൻ ഇവർ വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ അവരോട് ക്ഷമിച്ചു. അതിനാരും തെറ്റ് പറഞ്ഞില്ല. അവരുടെ വീട്ടിൽ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് പോയി. സുധി മരിച്ചതിൻ്റെ മരണവാർഷിക സമയത്ത് അച്ഛനോട് പ്രാർത്ഥിക്കാൻ പോയി. എല്ലാവരും അച്ഛനെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. അച്ഛൻ ക്ഷമ കാണിച്ചല്ലോ, ക്ഷമിക്കാൻ തയ്യാറായല്ലോ എന്ന് പറഞ്ഞ് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എപ്പോഴാണ് അച്ഛനെതിരെ ആൾക്കാർ തിരിഞ്ഞത്? രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കിച്ചുവിനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലേ? അതുവരെ ആരും മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛന് ശ്രദ്ധിക്കാമായിരുന്നു, അച്ഛന് മനസ്സിലാക്കണമായിരുന്നു. അച്ഛൻ ഒരു സമയത്ത് എയറിൽ പോയതാണെന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അതേ അച്ഛന് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അത് ചിന്തിച്ചില്ല. അച്ഛൻ ചിന്തിച്ച് എന്താണ്, രേഷ്മ പി തങ്കച്ചന് ഇപ്പോൾ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാം, അപ്പോൾ ആൾക്കാർ എന്നെ പുകഴ്ത്തും എന്ന് അച്ഛൻ വിചാരിച്ചു. അവിടെ തെറ്റിപ്പോയി. അവിടെ സപ്പോർട്ട് ചെയ്തതിനല്ല പ്രശ്നം വന്നത്. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പയ്യനെ താറടിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കാൻ ശ്രമിച്ചു. അവിടെയാണ് അച്ഛന് പാളിപ്പോയത്. അപ്പോൾ കാര്യം അറിയാതെയാണ് ശരിക്കും ആദർശ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ വേർഷൻ മാത്രമാണ് ആദർശ് കേട്ടിട്ടുള്ളത് അല്ലേ? അച്ഛനോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും അച്ഛനാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റുകാരാണ് എന്ന് തോന്നും. ഇപ്പോൾ ആദർശ് ശരിക്കും സോഷ്യൽ മീഡിയ കുറ്റക്കാരാണ്, സോഷ്യൽ മീഡിയ മാത്രമാണ് പ്രശ്നം, ഇവരെല്ലാം പുണ്യാത്മാക്കളാണ് എന്ന രീതിക്കാണ് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും ഇവരെല്ലാം സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ ഓരോരുത്തരും എടുത്തു വെച്ച് സംസാരിക്കുന്നത്? അതിനപ്പുറം എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇപ്പോൾ 2 ദിവസമായിട്ട് അച്ഛനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അച്ഛൻ മിണ്ടാത്തതുകൊണ്ട്. ഇപ്പം ഞാനിത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദർശം ഒന്ന് മിണ്ടിയതുകൊണ്ട്. ആദർശം മിണ്ടാതിരുന്നെങ്കിൽ ഇത് സംസാരിക്കുമോ? ഇല്ല, അത്രേ ഉള്ളൂ. ആദർശം ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം വരുമ്പോഴാണല്ലോ ആദർശം മിണ്ടുന്നത്. ആ വിഷയം വന്നില്ലെങ്കിൽ ആദർശം മിണ്ടുമോ? ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എനിവേ, അച്ഛൻ എല്ലാ വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുവാണ്. സോ നമുക്കും അച്ഛനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ആദർശ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ആദർശിന് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിലുള്ളത് കൊണ്ട് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു മറുപടി എനിക്കറിയുന്ന രീതിയിൽ തന്നു മാത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായമോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.